ഹലോ ഗൈസ്, ഐ ആം അനസി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് PNC മാക്കിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യാനായിട്ടായിരുന്നു. നമുക്കറിയാം PNC മാക്കിൽ നമ്മൾ റാങ്ക് ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇന്ന് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സൈറ്റിൽ കയറി നോക്കുകയാണെങ്കിൽ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് കാണാൻ സാധിക്കും. റാങ്ക് ലിസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പേജ് ഓപ്പൺ ആയി വരുന്നതാണ്. അവിടെ നമ്മുടെ റാങ്ക്, ആപ്ലിക്കേഷൻ നമ്പർ, നമ്മുടെ പേര്, അതുപോലെ തന്നെ നമ്മൾ CBSE ആണോ, HSC ആണോ, VHSC ആണോ, അങ്ങനെ അതിനുള്ള ഡീറ്റെയിൽസ്, ടോട്ടൽ നമ്മുടെ ഇൻഡെക്സ് മാർക്ക്, ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുണ്ടാവുക. അത് ഒരുപാട് പേജുകൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ വെച്ച് സെർച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ മാത്രം റാങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും തന്നെ റാങ്ക് ലിസ്റ്റ് ചെയ്ത് നോക്കുക, നിങ്ങളുടെ റാങ്ക് എത്രയാണെന്നുള്ളത്, അതുപോലെ ഇൻഡെക്സ് മാർക്ക് എത്രയാണെന്നുള്ളതും ചെക്ക് ചെയ്യുക. ടോട്ടൽ 460 ഇൻഡെക്സ് മാർക്ക് വരുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ്, ഇത്രയും സബ്ജക്ട്സിൻ്റെ മാർക്കാണ് എടുക്കുന്നത്. ഒരു ടോട്ടൽ 460 എത്ര മാർക്കാണ് നിങ്ങൾക്കുള്ളത് അതായിരിക്കും നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് വരുന്നത്. ആ ഇൻഡെക്സ് മാർക്കിൻ്റെ ബേസിലാണ് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത്. എറൗണ്ട് 13,000 പേരാണ് PNC മാക്കിൽ ഇത്തവണ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേജസ് ഉണ്ട് ആ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ വെച്ച് സെർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ റാങ്ക് നോക്കുക. ഇത് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് മാത്രമാണ്. ഇനി അടുത്തത് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരും. ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ റാങ്കിൽ ചെറിയ വേരിയേഷൻസ്, ചിലപ്പോൾ റാങ്ക് മുകളിലോട്ട് കയറുകയോ അല്ലെങ്കിൽ താഴോട്ട് ഇറങ്ങിപ്പോവുകയോ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. ഇനി പലരും ചോദിക്കുന്നൊരു ഡൗട്ടായിരിക്കും, എനിക്ക് ഇത്ര റാങ്ക് ഉണ്ട്, ഇത്ര ഇൻഡെക്സ് മാർക്ക് ഉണ്ട്, കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത്. ഇപ്പോൾ ലാസ്റ്റ് ഇയർ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 416 വരെയുള്ള കുട്ടിക്കാണ് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കിൽ കയറിയിരിക്കുന്നത്. സോ നമുക്ക് അത്രയും തന്നെ കുട്ടികൾക്ക് ഇത്തവണ അഡ്മിഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ നമുക്ക് ഒന്നും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. നമുക്ക് ആദ്യം കയറുന്ന കുട്ടികൾ LBSലോ AMCFNCKയിലോ കിട്ടി മാറി പോകുമ്പോൾ താഴെ റാങ്ക് കുറഞ്ഞ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അതുപോലെ തന്നെ അഡ്മിഷൻ, അതായത് എത്ര സീറ്റുണ്ടോ അത്രയും സീറ്റ് ഫില്ലാവുന്നവരെയും അലോട്ട്മെൻറ്റ് നടക്കുന്നതാണ്. കഴിഞ്ഞ വർഷങ്ങൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുഴുവനായും 6 അലോട്ട്മെൻറ്റുകളായിരുന്നു PNC മാക്കിന് ഉണ്ടായിരുന്നത്. അത് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 3 അലോട്ട്മെൻറ്റ് മെയിൻ അലോട്ട്മെൻറ്റുകളും അടുത്ത 3 നമ്മൾ ആദ്യം മുതൽ ആപ്ലിക്കേഷൻ, അതായത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത് നമുക്ക് ഓരോ അലോട്ട്മെൻറ്റും ആദ്യത്തെ 3 അത് കഴിഞ്ഞ് വരുന്ന 3 4ാമത്തെ അലോട്ട്മെൻറ്റ് നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ വെച്ച് പങ്കെടുക്കാം, 5ാമത്തതിന് പങ്കെടുക്കാം, 6ാമത്തതിന് പങ്കെടുക്കാം, അങ്ങനെയായിരുന്നു വരുന്നത്. പിന്നീട് പറയാനുള്ളത് അലോട്ട്മെൻറ്റ്സിൻ്റെ കാര്യമാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെപ്റ്റംബർ 1 വരും എന്നാണ് സൈറ്റിൽ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫീസ്, സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളായിട്ട് അവർ പറയുന്ന ഡേറ്റിന് ചെന്ന് ജോയിൻ ചെയ്യുകയായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത്. ഈ വർഷം എങ്ങനെയാണ് എന്നുള്ളത് അപ്ഡേറ്റ്സ് എന്തെങ്കിലും ആവുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇനി വരുന്നൊരു സംശയമായിരിക്കും, ഇപ്പോൾ PNC മാക്കിൽ കിട്ടി അവിടെ നിന്ന് നിങ്ങൾ AMCFNCKയിലോട്ട് അല്ലെങ്കിൽ LBSലോട്ട് ഒരു അഡ്മിഷൻ ലഭിക്കുമ്പോൾ, ഒരു കോളേജ് ലഭിക്കുമ്പോൾ അങ്ങോട്ട് മാറാൻ കഴിയുമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു കോളേജ് ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടുത്തെ പ്രിൻസിപ്പളെ കണ്ട് സംസാരിക്കുക. എനിക്ക് LBSൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്, LBSൽ വെയിറ്റ് ചെയ്ത് എനിക്ക് അവിടെ കിട്ടുവാണെങ്കിൽ ഞാൻ LBSൽ കിട്ടിയ കോളേജിലോട്ട് മാറും എന്ന് അവരെ പറയുക. അവിടെ നിന്ന് NOC കിട്ടിയെങ്കിൽ മാത്രമാണ് നമുക്ക് മാറാൻ സാധിക്കുന്നുണ്ടാവുക. ഇനി നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിലാണ് LBS വഴി കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് മാറാൻ സാധിക്കുന്നതായിരിക്കും. അത് PNC മാക്ക് കിട്ടിയ കോളേജിനെ വിട്ട് നമുക്ക് LBSൽ കിട്ടിയ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലോട്ട് മാറാൻ സാധിക്കുന്നതായിരിക്കും.